ഈ നാലാമധ്യായം പ്രത്യേകിച്ച് സാപത്തിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നാലാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വചനം പഠിക്കുമ്പോൾ 1 മുതൽ 11 വരെയുള്ള വചനം, അത് മുഴുവൻ സാപത്തിൻ്റെ മഹത്വം. അവിടുന്ന് നൽകുന്ന വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കുമെന്ന് വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ അത് പ്രവേശിക്കാൻ കഴിയാത്തവരായി നിങ്ങൾ ആരെങ്കിലും കാണപ്പെടുമോ എന്ന് നാം ഭയപ്പെടണം. അവർക്കെന്നതുപോലെ തന്നെയാണ് നമുക്ക് സുവിശേഷം ലഭിച്ചത്. എന്നാൽ അവർക്ക് കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവർ അത് വിശ്വസിക്കൊണ്ട് വചനം വിശ്വസിച്ചില്ല, അതുകൊണ്ട് പ്രയോജനപ്പെട്ടില്ല. ഇപ്പം അച്ഛനെ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വിശ്വസിക്കുന്ന മക്കൾക്ക് അത് പ്രയോജനപ്പെടും. എന്നാൽ വിശ്വസിച്ചവരായി നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. ലോകത്തെ അത് കർത്താവ് ദിനത്തിലേക്ക് പ്രവേശിക്കുക. ലോകത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ ജോലി പൂർത്തീകരിക്കപ്പെട്ടു. എങ്കിലും അവിടുന്ന് പറഞ്ഞിരിക്കുന്നു, എൻ്റെ ക്രോധത്തിൽ ഞാൻ ശപഥം ചെയ്തതുപോലെ അവരൊരിക്കലും എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല. 7-ാം ദിവസത്തെപ്പറ്റി ഒരിടത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, തൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്ക് ശേഷം 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു. വീണ്ടും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അവരൊരിക്കലും എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല. എന്നാൽ ചിലർ ഇനി പ്രവേശിക്കാനുണ്ട്. മുൻപ് സുവിശേഷം ശ്രവിച്ചവരാകട്ടെ അനുസരണക്കേട് മൂലം പ്രവേശിച്ചിട്ടുമില്ല. അതിനാൽ അവിടുന്ന് ഒരു പ്രത്യേക ദിവസം, അതായത് ഇന്ന് നിശ്ചയിച്ചിരിക്കുന്നു. അവിടുന്ന് മുൻപ് പറഞ്ഞിട്ടുള്ള പോലെ ദാവീദ് വഴി വീണ്ടും പറയുന്നു, ഇന്നെങ്കിലും നിങ്ങൾ അവൻ്റെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. അപ്പോൾ ഹൃദയം കഠിനമാക്കുമ്പോഴാണ് സാപത്തൊക്കെ എന്തിനാണ് ആചരിക്കുന്നത്, ഇത്ര സ്ട്രിക്റ്റായിട്ട് എന്തിനാണ് കൊണ്ടുപോകുന്നത്, എന്തിനാണ് സഭയിലേക്ക് വിചാരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഹൃദയം കഠിനമാകുമ്പോൾ ബുദ്ധിയിലെ അന്ധകാരമാണ്. 2 കൊരിന്ത്യർ 4 ഈ എഫെസസ് 4:18 പറയും, ഹൃദയ കാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ചവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടു പോയിരിക്കുന്നു. അത് കാണാപ്പാടം പഠിക്കണം. ദൈവവചനം കാണാപ്പാടം പഠിക്കണം. ഹൃദയത്തിൽ സൂക്ഷിക്കണം. അത് ജോഷുവ അവർക്ക് വിശ്രമം കൊടുത്തിരുന്നെങ്കിൽ പിന്നീട് ദൈവം മറ്റൊരു ദിവസത്തെപ്പറ്റി പറയുമായിരുന്നില്ല. അത് ദൈവജനത്തിന് ഒരു സാപത്ത് വിശ്രമം ലഭിക്കാനിരിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നവൻ അവിടുത്തെ പോലെ തൻ്റെ ജോലിയിൽ നിന്ന് വിരമിക്കുന്നു. അതുപോലുള്ള അനുസരണക്കേട് മൂലം അതപ്പതിക്കാതിരിക്കുന്ന നമുക്കും ആ വിശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ ഉത്സുകര. അതുകൊണ്ട് സാപത്തൊരു വിശ്രമദിനം എന്ന് പറയുമ്പോൾ ദൈവത്തോട് ചേരുന്നൊരു ദിവസമാണ്. കർത്താവിൻ്റെ ദിവസമായിട്ട് മാറുകയാണ്. കർത്താവിൻ്റെ ദിവസം വളരെ പരിശുദ്ധമായിട്ട് നമ്മൾ കാത്തു സൂക്ഷിക്കണമെന്നാണ് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുക. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനത്തിൽ ഈശ്വർ ഉത്ഥാനം നടക്കുന്നത് സാപത്ത് ദിവസം, കർത്താവിൻ്റെ ആഴ്ചയുടെ ആദ്യ ദിവസം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം, ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് വന്നു. ശവകുടീരത്തിൻ്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടുകൊണ്ടു. ആഴ്ചയുടെ 1-ാം ദിവസം അന്നാണ് അവൾ കണ്ടുകൊണ്ട് അവൾ ഉടനെ ഓടി ശമോൻ പത്രോസിൻ്റെയും സ്നേഹിച്ചിട്ട് മറ്റേ ശിഷ്യന്മാരുടെയും അടുത്ത് പറഞ്ഞു, കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു, എന്നാൽ അവനെ എവിടെ വെച്ചിരിക്കുന്നു ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പത്രോസ് ഉടനെ മറ്റേ ശിഷ്യനോട് കൂടെ കല്ലറയുടെ അടുത്തേക്ക് ഓടി. അവർ ഇരുവരും ഒരുമിച്ചോടി. എന്നാൽ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗം ഓടി ആദ്യം കല്ലറയുടെ അടുത്തെത്തി. കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത് അവൻ കണ്ടു. എങ്കിലും അവൻ അകത്ത് പ്രവേശിച്ചില്ല. അവൻ്റെ പിന്നാലെ വന്ന് ശമയോൻ പത്രോസ് ആ കല്ലറയിൽ പ്രവേശിച്ചു. കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരുന്ന തൂവാല കച്ചയോട് കൂടെയല്ലാതെ തനിച്ചവരുടെ ചുരുട്ടി വെച്ചിരിക്കുന്നത് അവൻ കണ്ടു. അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആദ്യമെത്തിയ മറ്റേ ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ടുപിടിച്ചു. അവൻ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു എന്ന തിരുവെഴുത്ത് അവർ അതുവരെ മനസ്സിലാക്കിയിരുന്നില്ല. അന്ന് ശിഷ്യന്മാർ മടങ്ങിപ്പോയി. അപ്പോൾ അവിടെ ഉയർപ്പ് നടക്കണം. ആഴ്ചയുടെ ആദ്യ ദിവസം നോക്കുമ്പോൾ ശൂന്യമായ കല്ലറ, കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതിനുശേഷം മഗ്ദലന മറിയത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ 20-11 മുതലുള്ള വചനത്തിലാണ് വലിയ വചനം കാണുക. മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ടു നിന്നു. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കി. വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ യേശുവിൻ്റെ ശരീരം വച്ചിരുന്നിടത്ത് ഒരുവൻ തലക്കിലും ഇതരൻ കാൽക്കലുമായി ഇരിക്കുന്ന അവൾ കണ്ടു. അവർ അവളോട് പറഞ്ഞു, സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത്? അവൾ പറഞ്ഞു, എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി. അവർ അവനെ എവിടെയാണ് വച്ചിരിക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു. എന്നാൽ അത് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. യേശു പറ, സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? ആ തോട്ടക്കാരനാണെന്ന് വിചാരിച്ചവൾ പറഞ്ഞു, പ്രഭു, അങ്ങ് അവനെ എടുത്തുകൊണ്ടുപോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. യേശു അവളെ വിളിച്ചു മറിയം. അവൾ തിരിഞ്ഞ് റബ്ബോനി എന്ന് ഹെബ്രായ ഭാഷയിൽ വിളിച്ചു, ഗുരു എന്നർത്ഥം. യേശു പറഞ്ഞു, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക, എന്നാൽ ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല. നീ എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് എന്ന് അവരോട് ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നെന്ന് പറയുക. മഗ്ദലന മറിയം ചെന്ന് ഞാൻ കർത്താവിനെ കണ്ടുവെന്നും അവൻ ഇക്കാര്യങ്ങൾ തന്നോട് പറഞ്ഞുവെന്നും ശിഷ്യന്മാരെ അറിയിച്ചപ്പോൾ സാപത്ത് ദിവസം അവൾ കർത്താവിനെ കണ്ടുമുട്ടുന്നു. സാപത്തിലാണ് ഉത്ഥാനമെന്ന ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവം നടന്നത്. സാപത്ത് ദിവസമാണ്.
ഇവിടെ യോഹന്നാൻ 20:19-20 അവിടെ കാണാം ആഴ്ച. അപ്പം യോഹന്നാന്റെ സുവിശേഷം 20:1 ആഴ്ചയുടെ ആദ്യ ദിവസം, വീണ്ടും യോഹന്നാൻ 20:19 ആഴ്ച വീണ്ടും യേശു പ്രത്യക്ഷപ്പെടുക. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ചൊരുക്കി യേശു വന്നവരുടെ മധ്യയിൽ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ സമാധാനം. കർത്താവ് പ്രത്യക്ഷപ്പെടുന്ന ദിവസമാണ് സാബത്ത് ദിവസം. കർത്താവ് വരുന്ന ദിവസമാണ്, ദൈവത്തിൻ്റെ ദിവസമാണ്, ദൈവരാജ്യത്തിൻ്റെ ദിവസമാണ്. അപ്പോൾ അതാണ് ഈ ഞായറാഴ്ച ദിവസം നമ്മൾ വിശുദ്ധമായിട്ട് പാലിക്കണത്. അവരുടെ വൈകുന്നേരം വരെ അപ്പോൾ അവരാ സാബത്ത് ആചരിച്ച് ആഴ്ചയുടെ ആദ്യ ദിവസം കർത്താവിനായിട്ട് അവർ കാത്തിരിക്കുന്ന ദിവസമാണ്. കാത്തിരിക്കുന്നവർ വൈകുന്നേരം അപ്പോൾ ഈശോ അവരുടെ മധ്യയിൽ വരുന്ന സംഭവമാണ്. ഈശോ വന്ന് അവരുടെ മധ്യയിൽ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ സമാധാനം. യോഹന്നാൻ 20:20 വരെ അവിടെ വെച്ചാണ് ഈശോ വലിയ കൃപ കൊടുക്കുന്നു. പ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വനെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവിടെ മേൽ വിശ്വസിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ ആ ബന്ധിക്കപ്പെട്ടതായിരിക്കും. ബന്ധിക്കാനും അഴിക്കാനുള്ള വലിയ അധികാരം കൊടുത്ത് അവരെ അനുഗ്രഹിക്കുന്നത് കാണാൻ പറ്റും. ആ കാരണം വെച്ചാൽ അതാണ് സാബത്ത് ദിവസമാണ് കർത്താവ് ഈ കൃപകളൊക്കെ നമുക്ക് പകരുന്ന ദിവസമാണത്. അതാണ് നമുക്ക് അനുഗ്രഹം. സാബത്ത് ദിവസം വചനമായിരുന്നു വായിച്ചാൽ മതി. വചനം ഇരുന്ന് ഫുൾ ടൈം വചനം വായിക്കുന്നവരുണ്ട്. ആ വചനം വായിച്ച കർത്താവ് സംസാരിക്കും. ദൈവവചനം ആ വചനം അതേപടി നടവേറും. അതാണ് പ്രത്യേകത. അതാണ് ലൂക്കാ സുവിശേഷം 4:18 4:17-18 വായിക്കുമ്പോഴാണത്. ലൂക്കാ 4:17-18 നമുക്കറിയാം ഈശോയുടെ പരസ്യ ജീവിതം ആരംഭിക്കുന്നിടത്ത് ഏറ്റവും വലിയൊരു വചനമാണ് ലൂക്കാ സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 16, 17, 18 വചനങ്ങൾ. അവിടെ കാണാൻ പറ്റും. യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു. പതിപോലെ സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റുന്നു. സാബത്ത് ദിവസം ബൈബിളർക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നൽകപ്പെട്ടു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം കിട്ടുകയാണ്. അത് പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നു കണ്ടു, കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനം, അന്തർഗ കാഴ്ചയും അടിച്ചമർത്തപ്പെട്ട സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ തന്നെ അയച്ചു. ഈശോയ്ക്ക് അനുഭവമാക്കണം. വചനം ഈശോ കിട്ടുക. ആ വെളിപാട് ഈശോ പറയാം, സമയം ആരംഭിച്ചു, സമയം സമാഗതമായി സുവിശേഷം വിശ്വസിച്ച് പറയുകയാണ്. കാരണം ആ വചനം ഒന്ന് നിറയുന്നത് കാണാൻ പറ്റും. അപ്പോൾ ആ വചനം ഈശോ നിറയും. അത് യെശയ്യാ 61:1, 2 വചനമാണ്. അത് ബന്ധിതർക്ക് മോചനം, അന്തർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ട സ്വാതന്ത്ര്യമുള്ള വിടുതൽ നൽകുന്ന വിമോചനത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവാരൂപി ഈശോ വരിക. ഈശോയിലൂടെ വരാൻ പോകുന്ന ലോകത്തിന് മുഴുവൻ കിട്ടാൻ പോകുന്ന വലിയ വിടുതലിനെ കുറിച്ചുള്ള വചനമാണ്. ലോകം മുഴുവൻ അനുഭവിക്കാൻ പോകുന്ന രക്ഷാകരമായ സംഭവത്തെയാണ് അവിടെ വെളിപ്പെടുത്തി കൊടുക്കുന്ന സംഭവം. അവിടെ പ്രിയപ്പെട്ട മക്കൾ, ഈ വചനം ഉണ്ടല്ലോ വളരെ പവർഫുള്ളാണ്. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ എത്രമാത്രം അത് സൂക്ഷിച്ച് നമ്മൾ ധ്യാനിച്ചാലും അത് പോരഞ്ഞു വരും. അതിനേക്കാളും നമ്മൾ ഒത്തിരി വചനം നമ്മൾ സ്വീകരിക്കണം. അത് വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ദൈവവചനം നമ്മൾ വിശ്വസിക്കണം. ഒരു വചനം വന്നാൽ മതി. അത് വിത്താണ്, വചനം വിത്താണ്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മുടെ ജീവിതത്തിൽ കൃപയുടെ വലിയൊരു അനുഗ്രഹം നമുക്ക് സംഭവിക്കും. ആ വചനം നമ്മുടെ ജീവിതത്തിൽ, വചനം ദൈവവചനം അതൊന്നുപോലും പാഴാക്കാതെ അത് സ്വീകരിക്കാനും ഹൃദയത്തെ സൂക്ഷിക്കാനും നമുക്ക് സാധിക്കട്ടെ. അപ്പോഴാണ് നമുക്ക് ഈ ദൈവരാജ്യത്തിൻ്റെ ഇടപെടലുകളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യോഹന്നാൻ സുവിശേഷം 1:1-4 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായി. ഇപ്പം ഞാൻ പറയായിരുന്നു സാബത്ത് ദിവസം കർത്താവ് ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം. അത് ആചരിക്കുമ്പോൾ തന്നെ അനുഗ്രഹമായിട്ട് കാണാൻ പറ്റും. അവിടെ വീണ്ടും കാണാൻ പറ്റും ഈ തോമാസിലേക്ക് ഈശോ പ്രശ്നം. അതൊരു സാബത്ത് ദിവസം ഉണ്ടോ. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവർ ശിഷ്യം ഒരുമിച്ച് കൂടിക്കുക ഈശോയുടെ മധ്യ. അപ്പോൾ തോമാശ്രീ അവിടെയുണ്ട്. അപ്പോൾ അവൻ്റെ അർത്ഥം അവിടെ എല്ലാ ഈ കർത്താവിൻ്റെ ദിവസത്തിൻ്റെ വലിയ പ്രത്യേകതയാണ്. ആണ് ഞായറാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധത്തിന് കർത്താവ് ഇടപെടുന്ന ദിവസം. അത് നമ്മൾ ദേവാലയത്തിൽ പോകണം, നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. ആരും പറഞ്ഞാലും അവിടെ പോയിക്കണം. ഇതിനൊക്കെ മാറ്റുന്ന പൈശാചത്തിൽ മാറ്റും കേട്ടോ. അതാണ് യോഹന്നാൻ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1-11 വരെ വചനത്തിലും, അതുപോലെ ലൂക്കാ സുവിശേഷം 4-ാം അധ്യായത്തിൽ ലൂക്കാ സുവിശേഷത്തിൻ്റെയും 4-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വചനത്തിലും നമുക്ക് കാണാൻ 1 മുതൽ അതും 13 വരെ വചനത്തിൽ കാണാൻ പറ്റും. പിശാച് ഈശോയെ രക്ഷാകരപ്പെട്ട് മാറ്റാൻ വേണ്ടി വരിക. കണ്ടോ, അവൻ വരുന്നതാണ്. അപ്പോൾ അവിടെ ഈശോയ്ക്ക് അതിനെ തോൽപ്പിക്കാൻ പറ്റും. ഈശോ അതിനെ അതിജീവിക്കുന്നത് കാണാൻ പറ്റും. ഈശോനെ ഓടിക്കുന്നത് കാണാൻ പറ്റും. പിശാചിനെ ഓടിക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇതെല്ലാം സംഭവിക്കണമെങ്കിൽ നമ്മൾ ആ സാബത്ത് ദിവസത്തിൽ നമ്മൾ കർത്താവിൻ്റെ കൂടെ വചനം എഴുതുന്ന ഹൃദയ സൂക്ഷിക്കുക. സങ്കീർത്തനം 119:11 അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചു
വെച്ചിരിക്കുന്നു. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. സങ്കീർത്തനം 119:90 പറയും, എൻ്റെ എല്ലാ ഗുരുക്കന്മാരെക്കാൾ എനിക്ക് അറിവുണ്ട്, എന്തെന്നാൽ അങ്ങയുടെ കൽപ്പനകളെപ്പറ്റി ഞാൻ ഇപ്പോഴും ധ്യാനിക്കുന്നത് ദൈവവചനമാണ്. ഇതെന്താണ് അർത്ഥം എന്നറിയാണ്ട് പരിശുദ്ധം ഇതിൻ്റെയൊക്കെ അർത്ഥം എന്നറിയാൻ വേണ്ടി അവൾ അങ്ങനെ ചിന്തിച്ചു. എന്തുകൊണ്ടാണ് ഇതെൻ്റെ അർത്ഥമെന്ന് അവൾ ആകുലപ്പെടുക. അപ്പോൾ ദൈവവചനം ധ്യാനിക്കുന്ന സംഭവമാണ്. സങ്കീർത്തനം 119:105 അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശമാണ്. സങ്കീർത്തനം 119:130 അങ്ങയുടെ വചനങ്ങൾ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്കത് അറിവ് പകരുന്നതായിട്ട് കാണാൻ പറ്റും. വീണ്ടും സങ്കീർത്തനം 119:147 ഭയങ്കര പവർഫുൾ വചനമാണത്. അത് രാവിലെ ഞാൻ ഉണർന്ന് സഹായത്തിന് വേണ്ടി നിലവിളിക്കുന്നു. ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തെ പ്രത്യാശ വയ്ക്കുന്നു. അങ്ങയുടെ വചനത്തെപ്പറ്റി ധ്യാനിക്കാൻ വേണ്ടി രാത്രിയുടെ യാമങ്ങൾ ഞാൻ ഉണർന്നിരിക്കുന്നുണ്ട്. വചനത്തെപ്പറ്റി ധ്യാനിക്കാൻ വേണ്ടി രാത്രിയുടെ യാമങ്ങൾ ഞാൻ ഉണർന്നിരിക്കുകയാണ്. ഞാൻ ഉറങ്ങാതിരിക്കുകയാണ്. അങ്ങയുടെ വചനത്തിൻ്റെ ആഴങ്ങൾ അറിയാൻ വേണ്ടി, ഇതിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ രാത്രിയിലെ യാമങ്ങൾ ഉണർന്നിരിക്കുകയാണ്. സങ്കീർത്തനം 119:161-162 രാജാക്കന്മാർ അകാരണമായി എന്നെ പീഡിപ്പിക്കുന്നു, എങ്കിലും എൻ്റെ ഹൃദയം അങ്ങയുടെ വചനത്തിൻ്റെ മുമ്പിൽ ഭയഭക്തികളോടെ നിൽക്കുന്നു. വലിയ കൊള്ളമുതൽ ലഭിച്ചവനെ പോലെ ഞാൻ അങ്ങയുടെ വചനത്തിൽ ആനന്ദിക്കുന്നു. വലിയ കൊള്ളമുതൽ, ഒരുപാട് വചനം കിട്ടുമ്പോൾ വലിയ കൊള്ളമുതൽ കിട്ടിയ പോലെയാണ്. ഫ്രീ ആയിട്ട് കിട്ടിയതാണ്, ദാനമായിട്ട് കിട്ടുന്നതാണ് ഈ സംഭവം. അതാണ് ഈ വചനം കിട്ടുമ്പോൾ വലിയ കൊള്ളമുതൽ കിട്ടിയ പോലെ വചനത്തിൽ ഞാൻ വചനത്തിൽ ആനന്ദിക്കണം. ഞങ്ങളുടെ വചനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടും. അതാണ് ഈ വിശുദ്ധരുടെ ഈ ബൈബിളിലെ ഓരോ പ്രവാചകന്മാർക്ക് അവരെങ്ങനെയാണ് ഈ ഇസ്രായേൽ ദൈവജനത്തെ അയച്ച് അവർക്ക് വചനം കിട്ടുവാൻ. അത് വല്ലാതെ വെറൊരു സോഷ്യലിസ്റ്റ് ടീച്ചിങ് അല്ലത്. അത് ദൈവത്തിൻ്റെ ആത്മാവ് ഇവരോട് സംസാരിക്കുന്ന ഒരു രഹസ്യം. ദൈവത്തിൻ്റെ ആത്മാവ് ഇവരോട് സംസാരിക്കുന്നു. അതൊന്ന് സ്വപ്ന ദർശനമായിട്ടാകാം, അല്ലെങ്കിൽ മറ്റു പലതരത്തിലും ദൈവാത്മാവ് വന്നിട്ട് ഇവരോട് സംസാരിക്കും. അങ്ങനെ ആ വചനമാണ് അവരെ കൈപിടിച്ച് നടത്തിയത്. നിയമാവർത്തന പുസ്തകം 33:3 അവിടുന്ന് തൻ്റെ ജനത്തെ സ്നേഹിച്ചു. തൻ്റെ വിശുദ്ധരെല്ലാവരും അവിടുത്തെ കരങ്ങളിലായിരുന്നു. അവിടുത്തെ പാദാന്തികത്തിലിരുന്ന് അവിടുത്തെ വചനം അനുസരിച്ചു. വിശുദ്ധരെപ്പോൾ ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഈശോയുടെ പാദാന്തികത്തിലിരുന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്. വചനമല്ലാതെ വേറൊന്നും കേൾക്കരുത്, ദൈവവചനം മാത്രം കേൾക്കുക. അതിനോട് മാത്രം വിശ്വസ്തത കാണിക്കുക. അതാണ് ഇവിടെ വ്യതിചലിക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് ആ അനുഗ്രഹം നമുക്ക് സ്വന്തമാക്കാനായിട്ട്, അഭിഷേകം നമുക്ക് നേടിയെടുക്കാനും പറ്റും. ദൈവവചനം ഹൃദയം തരണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 10 മുതൽ 16 വരെ. യെശയ്യാ 41, 10 മുതൽ 16 വരെ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. തൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ താങ്ങി നിർത്തും. ഈ വചനമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ വചനം കൊണ്ടൊക്കെ ബന്ധിക്കാൻ പറ്റും നമുക്ക്. കാരണം പൈശാചിക ശക്തികൾ വിട്ടുപോകും. ഈ വചനത്തൊക്കെ ഡെലിവറൻസിൻ്റെ വചനങ്ങളാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ആ വചനം നമുക്ക് എടുത്തുപയോഗിച്ചാൽ മാത്രം എടുക്കണം. വചനം എടുത്ത് പറയണം. വചനം പറയുമ്പോൾ അപ്പം തന്നെ തിന്മയുടെ ശക്തികൾ ആ സ്ഥലത്ത് നിന്ന് ആ വ്യക്തിയിൽ നിന്നൊക്കെ വിട്ടുപോകും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തി സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. നിന്നെ ദ്വേഷിക്കുന്നവർ ലജ്ജിച്ച് തല താഴ്ത്തും. നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ചൊന്നുമല്ലാതായി തീരും. നിന്നോട് ചണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. നിന്നോട് പോരാടുന്നവർ ശൂന്യനായിരിക്കും. നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് അരുളിച്ചത്, കൃമിയായ യാക്കോബേ, ഇസ്രായേലിനെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ പരിശുദ്ധനാണ് നിന്റെ രക്ഷകൻ. ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലുള്ള ചക്രങ്ങളോട് കൂടിയതുമായ ഒരു മെതിവണ്ടിയാക്കും. നീ മലകളെ മെതിച്ച് പൊടിയാക്കും, കുന്നുകളെ പതിരുപോലെയാക്കും. നീ അവയെ പാറ്റുകയും കാറ്റവയെ പറപ്പിച്ചു കളയുകയും കൊടുങ്കാറ്റവയെ ചിതറിക്കുകയും ചെയ്യും. നീ കർത്താവിൽ ആനന്ദിക്കും, ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ അഭിമാനം കൊള്ളും. അത് ഇസ്രായേലിലെ പരിശുദ്ധനിൽ അഭിമാനം കൊള്ളും. അത് ഈ വചനം വരുമ്പോൾ ഈ വചനം നമുക്ക് ഭയങ്കര ഇതൊക്കെ ഈ വചനം വായിച്ചാൽ മതി. അഭിഷേക പരിശുദ്ധാത്മാവിൽ നിന്ന് പറഞ്ഞാൽ മതി. ആ സ്ഥലത്തുള്ള തടസ്സങ്ങളും തിന്മയുടെ പീഡകളും ഒക്കെ വിട്ടുപോയിക്കോളും. യെശയ്യാ 40:28 മുതൽ 31 വരെ വചനം. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ, നിങ്ങൾ കേട്ടിട്ടില്ലേ, കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവനെ സൃഷ്ടാവുമാണ്. അവിടെ ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല. അവിടുത്തെ മനസ്സ് അഗ്രാഹ്യമാണ്. തളർന്നവൻ അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയേറ്റു വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാൽ ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഈ വചനം വരട്ടെ, വചനം ആത്മാവിലേക്ക് വരും. ഈ വചനം വരണേ നമ്മൾ ഒത്തിരി കാര്യം ചെയ്യാനുണ്ട്. അപ്പം അതിലേക്കെല്ലാം നമുക്ക് തുറന്നു വരാം. നമുക്ക് ദൈവവചനത്തിനായിട്ട്, കർത്താവെ ഈ വചനം ഞാൻ വിശ്വസിക്കുന്നു പറട്ടെ. എളിമയോടെ വിശുദ്ധിയോടെ ദൈവവചനത്തിന് വേണ്ടി കാതോർക്കാൻ നമുക്ക് ഇടയാകട്ടെ. നമ്മുടെ മനസ്സ് മുഴുവൻ തുറക്കട്ടെ. ദൈവവചനം, ആ വചനത്തിന് നമ്മുടെ വാക്കല്ല, നമ്മുടെ എക്സ്പ്ലനേഷൻ അല്ല, ദൈവവചനം
ദൈവവചനത്തെ അതേപടി സ്വീകരിക്കാൻ അംഗീകരിക്കാനുള്ള ഒരു ഗ്രേസ് ഈ കൂട്ടായ്മയിലുള്ള മുഴുവൻ ദൈവജനത്തിൽ ലഭിക്കട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കെ തന്നെ അനേക മക്കൾ ഇന്ന് തിന്മയുടെ പീഡകളും രോഗപീഠകളും തകർച്ചകളും പൈശാചിക ഉപദ്രവങ്ങളും ആ ഭവനത്തിൽ തന്നെ വിട്ടുപോകട്ടെ. രോഗികൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അവർ സുഖം പ്രാപിക്കട്ടെ. കിടപ്പ് രോഗികൾ സുഖം പ്രാപിക്കട്ടെ. മരണാസന്നരിൽ വലിയ മാനസാന്തരം ഉണ്ടാകട്ടെ. ഒരുപാട് പേരിൽ കർത്താവിൻ്റെ സ്നേഹം ഒഴുകട്ടെ. തളർന്നിരിക്കുന്ന മക്കൾ ബലം പ്രാപിക്കട്ടെ. എല്ലാവരും ദൈവവചനത്തിൻ്റെ ശക്തിയാൽ നിറയട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തിരുനാമത്തിൽ ആമേൻ.